ഞാൻ വലിയവൻ. തനിനിറം വാർത്തകൾ വായിക്കുന്നത് ജനസേവകൻ കോട്ടപ്പള്ളി. എത്ര കാശ് കിട്ടിയാലും പദവികൾ കിട്ടിയാലും മതി വരാത്ത ഒരു കൂട്ടർ നമ്മുടെ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്നുണ്ട്. അവർ മറ്റാരുമല്ല, സിവിൽ സർവീസ് പരീക്ഷ പാസ്സായവർ. ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർക്കും ജോലി ഉണ്ടായിരിക്കും. റിട്ടയർമെന്റ് അടുക്കാറാവുമ്പോൾ മക്കൾക്കും ജോലിയാകും. ഒരു കുടുംബത്തിൽ വരുന്നത് ലക്ഷങ്ങളുടെ കണക്കാണ്. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ഉടൻ സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉപദേശകനോ മേധാവിയോ. അവരുടെ കഴിവിനെയും പഠിത്തത്തെയും ബഹുമാനിക്കുന്നു. പക്ഷേ ഒരു കാര്യം അവർ ആലോചിക്കണം, പരോക്ഷമായിട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ഇവർ വളരുന്നത്. പഠിക്കാൻ വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റികളും സർക്കാരാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പൊതുഖജനാവിൽ നിന്നാണ്. ഖജനാവെന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണം. അതുകൊണ്ട് ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഒരു BPL കുടുംബത്തിലെ ഒരു കുട്ടിയുടെ പഠനം പൂർത്തിയാകുന്നത് വരെ ചെയ്യാൻ ഒരു നിയമം നമുക്കുണ്ടാക്കണം. കാരണം ഇവരെല്ലാം പഠിച്ച് വലിയ ഉദ്യോഗസ്ഥരായത് അവരുടെ മാത്രം കഴിവുകൊണ്ടല്ല, സർക്കാരിൻ്റെ പരോക്ഷമായ വലിയ സഹായം കൊണ്ടാണ്. സിവിൽ സർവീസുകൾ ഒരു ദിവസം 16 മണിക്കൂർ വരെ ജോലി ചെയ്യുമ്പോൾ അവരുടെ മേലാളന്മാരായ ഭരണാധികാരികൾ എന്ന് വെച്ചാൽ പാചകമടി കൊണ്ട് മാത്രം ജീവിക്കുന്നവർ ജോലിയിൽ ശരാശരി സമയമായ 8 മണിക്കൂർ പോലും മെനക്കെടാറില്ല. മേടിക്കുന്ന ശമ്പളമോ ലക്ഷം ശമ്പളം മേടിക്കുന്ന മന്ത്രിമാർ, MLA മാർ, MP മാർ, PSC അംഗങ്ങൾ, പൊതുമേഖലാ മേധാവികൾ തുടങ്ങിയവരും BPL കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ പഠനത്തിൽ ഏറ്റെടുക്കണം. അവരും വളർന്ന് പന്തലിച്ചത് സർക്കാരിൻ്റെ ഔദാര്യത്തിലാണ്. ഉണരുക യുവജനങ്ങളെ, അനീതിക്കെതിരെ ശബ്ദിക്കുക. പാഠം 12 കാണാൻ മറക്കല്ലേ.